ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇപ്പം നൈറ്റാണ്, ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇന്ന് ഇറങ്ങുവാണ്. എവിടെ പോണേ ചേട്ടാ? ഇന്ന് എവിടെ പോണേ? നമ്മൾ കൊല്ലങ്കോട് അമ്പലം ക്ഷേത്രത്തിൽ. അപ്പോൾ നമ്മൾ ഇവിടെ വീടിൻ്റെ അടുത്ത് കൊല്ലങ്കോട് ക്ഷേത്രം, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. കൊല്ലങ്കോട് തൂക്കമൊക്കെ നടക്കൂലേ? അപ്പോൾ തൂക്കം എന്തായാലും ആയിട്ടില്ല. തൂക്കം എന്നറിയാമോ? ഇനി 10ാമത്തെ ദിവസം, 4 ദിവസം എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തൂക്കമല്ല, നമ്മൾ പിന്നെ ഈ നാടകവും അങ്ങനെയുള്ള ഗാനമേള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ നൈറ്റുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് ഔട്ടിങ് പോലെ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പം ഞാനും ചേട്ടനും മോളും ഉണ്ട്. ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഇന്ന് എന്ത് പ്രോഗ്രാമാണെന്ന് അറിയില്ല, എന്തായാലും പോയിട്ട് നമുക്ക് നോക്കാം. ഈ നാടകവും പിന്നെ ബാല അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ലേറ്റ് ആവും കേട്ടോ. ചില ദിവസങ്ങളിൽ രാത്രി 7 മണി തൊട്ട് 10 മണി വരെ ഒരു പ്രോഗ്രാമും, പിന്നെ 11 മണി തൊട്ട് പിന്നെ 2 മണി വരെ അങ്ങനെയൊക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പോയപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടന് ജോലിക്ക് പോണത് കൊണ്ട് നമ്മൾ ഇരിക്കുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വരുമായിരിക്കും. ഇരിക്കുമോ ഇന്ന്? ചേട്ടന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ എന്തെങ്കിലും വള, കമ്മൽ, മാല അതുപോലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. എന്തായാലും അവിടെ പോയതിനു ശേഷം നമുക്ക് നോക്കാം ചേട്ടൻ വാങ്ങിത്തരോ ഇല്ലയെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. വാവക്കുഞ്ഞി, നിങ്ങൾക്ക് ആരെടുത്തത്? അച്ഛ എടുത്താ വാവേ? വാവയ്ക്ക് പനിയൊക്കെ ആയിരുന്നു. ഇപ്പം ചെറിയൊരു ആശ്വാസമുണ്ട്, പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. എന്തായാലും നമുക്ക് ഇന്ന് പുറത്തേക്ക് പോവാം. പിന്നെ വാവയ്ക്ക് പുറത്തോട്ടൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഒന്നാമത്തെ ചൂടൊക്കെ ആയതുകൊണ്ട് അകത്തിരിക്കാനേ അവൾക്ക് ഇഷ്ടമല്ല. പുറത്ത് ഈ സ്കൂട്ടിയിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പല കാഴ്ചകളൊക്കെ കണ്ട് അവൾക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. ഇനി കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങാനുണ്ട്. അത് വാങ്ങിയിട്ട് നമുക്കിവിടെ ഷോർട്ട് കട്ട് ഉണ്ട് കൊല്ലങ്കോട് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ അതുവഴി പോയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. കുടിക്കാൻ എന്ത് വേണം? ബിയറാ? ബിയറിൻ്റെ ആളാ? ഹലോ. സ്വന്തം വൈഫിനെ ഭൂതം എന്ന് വിളിക്കുന്ന ഏതെങ്കിലും ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. അന്തിച്ചൂര്യനും കുன்றில் സായം മേഘമന്ത് കച്ചയാകെ കാമൻ പൊങ്കും മോഹപ്പൂവിൽ മുത്തക്കുമാലം തങ്ക തിങ്കൾ എട്ടിൽ പൊട്ടും ഇട്ട് വെണ്ണിലാവിൻ കണ്ണം തൊട്ട് നെഞ്ചിലാടും ശ്വാസച്ചൂട്ടിൽ കാതൽ കുற்றாലം തെങ്കിനെയും തെന്നലായി നിന്നരുകെ വന്നു ഞാൻ കാതിലൊരു മന്ത്രമായി കാകലികൾ മൂലവേ. ഇത് നമ്മൾ കൊല്ലങ്കോട് ക്ഷേത്രത്തിലോട്ട് പോകുന്ന റൂട്ടാണ്. നമ്മൾ പോകുന്നത് ഊരമ്പ് വഴിയാണ് പോകുന്നത്. ഊരമ്പ് കഴിഞ്ഞിട്ട് ഇതുവഴി നമുക്ക് പെട്ടെന്ന് കയറാനായിട്ട് പറ്റും കൊല്ലങ്കോട്. പിന്നെ പഴയച്ചക്കട വഴി പൂവാറ് കഴിഞ്ഞ് ആ റൂട്ട് വഴി വരുന്നവർക്കാണെങ്കിൽ പഴയച്ചക്കട വഴി പോകാനായിട്ട് പറ്റും, കാക്കവള റൂട്ട്. അങ്ങനെ ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ കാർ എടുക്കുമായിരുന്നു, പക്ഷേ കാറിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ കാർ എടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൂടാതെ ഇവിടങ്ങളിലൊക്കെ സ്കൂട്ടിയിൽ പോകുന്നതാണ് കാറിനേക്കാൾ നല്ലത്. കാരണം അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. അപ്പോൾ സ്കൂട്ടിയാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അതുവരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. കാറൊക്കെ ആണെങ്കിൽ നല്ല ട്രാഫിക്കും പതുക്കെ പതുക്കെയൊക്കെ പോകാനും ഓട്ടിക്കാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് സ്കൂട്ടിയാണ് ഏറ്റവും നമുക്ക് ഈസി. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം ഊരമ്പ് കഴിഞ്ഞ് കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ അവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയാലും അതുപോലെ തന്നെ പൂക്കൾ കൊണ്ടും അടിപൊളിയായിരുന്നു. ഈ പോകുന്ന റൂട്ടൊക്കെ സൂപ്പറാണ്.
ഒരുപാട് ദൂരം അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്. അതുമല്ല, പകൽ വരുന്നതിനേക്കാളും രാത്രി വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാമല്ലോ. ഏറ്റവും നല്ലത് ഇതുപോലുള്ള ക്ഷേത്രത്തിലൊക്കെ രാത്രി വരുന്നത് അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. രാവിലെ ആണെങ്കിൽ വെയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കൂടെ ഉള്ളത് കൊണ്ട് രാത്രിയേ ചൂടാണ് ഒന്നത്. അപ്പോൾ രാവിലത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഈ കടകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് എണ്ണിയാൽ തീരാത്ത കടകൾ ഉണ്ടായിരുന്നു. 2 സൈഡും അങ്ങറ്റം വരെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കാണ് ദേ ഇവിടെ കാണുന്നത്. വലിയവർക്കും കയറാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ചെടിച്ചട്ടികളും അങ്ങനെ പലവിധ സംഭവങ്ങളും ഞാൻ കണ്ടു കേട്ടോ. രാത്രി 9:30-10 മണി അടുപ്പിച്ചായിട്ടും ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് എടുത്തു പറയാനുള്ളൊരു സവിശേഷത തന്നെയായിരുന്നു. ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കടകളാണ്. ഇത് ചെറിയ പോട്ടൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇന്ന് അവിടെ ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഉണ്ടായിരുന്നത്. അത് കുഞ്ഞു പിള്ളേരുടെ ഡാൻസായിരുന്നു. പുറത്തു നിന്ന് വിളിച്ചതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് കാണാനായിട്ട് ഇരുന്നില്ല. പിന്നെ പ്രോഗ്രാം തുടങ്ങാൻ തന്നെ ഏകദേശം 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് ഡാൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും 1 മണിക്കൂറിന് ശേഷം അടുത്ത പ്രോഗ്രാംസ് വീണ്ടും തുടങ്ങും. ആ പ്രോഗ്രാമായിരുന്നു 11 മണിക്ക് നടന്നത്.
അങ്ങനെ ഞങ്ങൾ മോൾക്ക് വേണ്ടി ഇതിൽ കാണുന്ന 3 ഡ്രസ്സ് ഞങ്ങൾ എടുത്തു. ആ മെറൂൺ കളർ കുറച്ച് വലുതായിരുന്നു സൈസ്, അതുകൊണ്ട് അത് മാറ്റിയിട്ട് ബാക്കി ചെറുത് 3 എടുത്തു. 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമുക്ക് നല്ല ലാഭമായിട്ട് തോന്നി, കാരണം നല്ല ക്ലോത്തും ആയിരുന്നു, കാണാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വാവയ്ക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം. അപ്പോൾ നല്ല ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് 3 എടുത്തു. ഇത് ഹിന്ദിക്കാരായിരുന്നു ഈ ഡ്രസ്സ് വിറ്റുകൊണ്ടിരുന്നത്. നല്ല ക്ലോത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12 മണിയായി, 12 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതൽ ഇന്ന് ഷോപ്പിംഗ് നടത്തിയത് ഡ്രസ്സ് എടുത്തിട്ടാണ്. വില സഹായത്തിന് നമുക്ക് കുറേ ഡ്രസ്സ് കിട്ടി. അങ്ങനെ അവിടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. പിന്നെ പ്രോഗ്രാം കാണാൻ ഞങ്ങൾ ഇരുന്നില്ല, ഡാൻസ് ആയിരുന്നു, കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു. അങ്ങനെ വലുതായിട്ട് കാണാനില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ ഡാൻസ് കാണാൻ ഇരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കാണാം. എന്താണ്